നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഫ്രൂട്ട്സ് വലിയ ഇഷ്ടമാണ്. എന്നാൽ റോങ് ടൈം കഴിക്കുന്ന ഫ്രൂട്ട്സ് അസിഡിറ്റി, ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഷുഗർ സ്പൈക്കിനൊക്കെ കാരണം ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഫ്രൂട്ട്സ് കഴിക്കേണ്ടത്? മോർണിംഗ് അല്ലെങ്കിൽ മിഡ് മോർണിംഗ് അതാണ് ബെസ്റ്റ് ചോയ്സ്. പക്ഷേ രാത്രി കഴിക്കുന്ന ഒരു യൂണിവേഴ്സലി ബാഡ് ടൈം ആണെന്ന് പറയുന്നില്ല. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് പകൽ കഴിക്കുക എന്നത്. കാരണം ഓവർനൈറ്റ് ഫാസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ രാവിലെ ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സോഴ്സ് ആണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ അതിലുള്ള ഫൈബർ കണ്ടന്റ് നമ്മുടെ ഗട്ട് മൊബിലിറ്റിക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പകലുള്ള ആക്ടിവിറ്റീസിന്റെ സമയത്താണ് ഈ ഫ്രൂട്ട് കഴിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മറ്റൊരു ടൈം എന്ന് പറയുന്നത് വർക്കൗട്ടിന് മുൻപായിട്ട് നമ്മുടെ മാങ്ങ അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് അത്യാവശ്യം ഉള്ള ഡേറ്റ്സ് അല്ലെങ്കിൽ ചെറുപഴം, ഏത്തപ്പഴമാണെങ്കിലും അത് ചെറിയ രീതിയിൽ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് എനർജി ആവശ്യമാണല്ലോ ഈ വർക്കൗട്ടിന്റെ സമയത്ത്. ഈ എനർജി നമുക്ക് ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടും. പക്ഷേ വർക്കൗട്ടിന് ശേഷം നമ്മൾ പ്രോട്ടീൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. പിന്നെ രാത്രി നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും ബ്ലോട്ടിംഗ് പോലത്തെ അസ്വസ്ഥതകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഹെവി ആയിട്ടൊക്കെ എടുത്താൽ. എന്നാൽ ലൈറ്റായിട്ട് കിവി പോലത്തെയൊക്കെ ഫ്രൂട്ട്സ് രാത്രി എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. എന്നാലും ഫുഡ് കഴിച്ച് ഒരു 1 ഹവറിന് ശേഷമെങ്കിലും ഫ്രൂട്ട്സ് എടുക്കാൻ നോക്കുക. അതുപോലെ ബൾക്കായിട്ട് എടുക്കാതെ വളരെ ലൈറ്റായിട്ട് 1 or 2 പീസസ് എടുത്തിട്ട് കിടക്കാനായിട്ട് ശ്രമിക്കുക. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുന്നതും ശരിയല്ല. കാരണം ഫുഡ് ദഹിക്കേണ്ട രീതിയും അതിന് വേണ്ട എൻസൈംസും അതിനെടുക്കുന്ന സമയവും അതുപോലെ ഫ്രൂട്ട്സിനും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രൂട്ട്സിനെ പറ്റി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫ്രൂട്ട്സിനെ പറ്റിയുള്ള മറ്റു ഡീറ്റെയിൽസും മറ്റു ഇൻഫർമേഷൻസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ വരുന്നതാണ്. ടിൽ ദെൻ, ടേക്ക് കെയർ.